ഹലോ ഫ്രണ്ട്സ്, ഞാനുള്ളത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രത്താണ്. വളരെ ദൂരെയായിട്ട് നമുക്കൊരു വലിയ മദർഷിപ്പിനെ കാണാൻ സാധിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ പോർട്ടുകളിലൊന്നായ ഷാങ്ഹായ് പോർട്ടും ചൈനയിലെ തന്നെ യാൻഷ്യൻ പോർട്ടും സിംഗപ്പൂർ പോർട്ടും പിന്നിട്ടതിന് ശേഷം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിലേക്ക് വരുന്നതിനായി പോർട്ടിൻ്റെ പുറത്തു നിൽക്കുന്ന കപ്പലിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, തൊട്ടടുത്തൊരു ടഗ് ബോട്ടും എത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ ടഗ് ബോട്ടിലെ പൈലറ്റ് നമ്മുടെ കപ്പലിൽ പ്രവേശിച്ചതിന് ശേഷം ഈ കപ്പലുമായിട്ട് നമ്മുടെ മുന്നിലൂടെ തന്നെയായിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു മദർഷിപ്പ് തന്നെയാണ് MSCയുടെ ബാഡ്ജിങ്ങും അതിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. വലിയൊരു മദർഷിപ്പ് എന്ന് മാത്രമല്ല, ഏറ്റവും പുതിയൊരു ഷിപ്പ് തന്നെയാണ് MSCയുടെ ഈ വലിയ ഷിപ്പ്. നമുക്ക് നോക്കാം ഷിപ്പിന്റെ ഡീറ്റെയിലേക്ക്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 2 ടഗ് ബോട്ടുകളുടെ പോർട്ടിൽ നിന്ന് വളരെ വേഗത്തിൽ കപ്പലിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 3 ടഗ് ബോട്ടുകൾ ഇപ്പോൾ കപ്പലിൻ്റെ അടുത്തായി. ആദ്യം നമ്മുടെ പോർട്ടിലെ പൈലറ്റിനെ കൊണ്ടുവന്ന ടഗ്, അഡീഷണൽ ആയിട്ട് 2 ടഗ് ബോട്ടുകളും നമുക്കിപ്പോൾ കാണാവുന്നതാണ്. നമ്മുടെ പോർട്ടിലാകെ 4 ടഗാണുള്ളത്. ഡോൾഫിൻ 26, 27, 28, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന 29. അതിന് പകരം 29 പകരം നേരത്തെ ഉണ്ടായിരുന്നത് നമ്മുടെ ഓഷ്യൻ പ്രസ്റ്റീജ് ആയിരുന്നു. ഇപ്പോൾ 29 വന്നിരിക്കുന്നു. അങ്ങനെ 4 ടഗ് ബോട്ടുകൾ നിലവിൽ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലുണ്ട്. അതിൽ 3 ടഗ് ബോട്ടുകളും ഇപ്പോൾ കപ്പലിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. ഇപ്പോൾ കപ്പലിനെ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ കപ്പലിൻ്റെ ബാഡ്ജിങ്ങും MSC എന്നുള്ള ബാഡ്ജിങ്ങും MSC റോം എന്ന് പറയുന്ന കപ്പലിൻ്റെ നയമും നമുക്ക് അറിയാൻ സാധിക്കും. ഏകദേശം 2024 ബിൽഡ് ചെയ്ത ഷിപ്പ് തന്നെയാണ്. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 24/6/2024 ബിൽഡ് ചെയ്ത ഏറ്റവും പുതിയ ഷിപ്പാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ ഓട്ടം തന്നെ വിഴിഞ്ഞം പോർട്ടിലേക്ക് ആക്കിയ ഷിപ്പുകൾ ധാരാളമായി നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും പുതിയ ഷിപ്പുകൾ, ഏറ്റവും പുതിയ മദർഷിപ്പുകളാണ് ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളൊന്നായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥയിലുള്ള കപ്പലുകളാണ് വന്നു പോകുന്നതും. ഈ കപ്പലിന് ഏകദേശം 366 മീറ്ററാണ് ലെന്ത് വരുന്നത്. 51 മീറ്ററാണ് ഷിപ്പിൻ്റെ ബീം അല്ലെങ്കിൽ വീതി എന്ന് പറയാം. 29.9 മീറ്ററാണ് ഷിപ്പിൻ്റെ ഡെപ്ത്. 18 മീറ്ററാണ് ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റ്. 15,576 TEU കണ്ടെയ്നർ കപ്പാസിറ്റി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഷിപ്പിനാവട്ടെ 1000 റീഫർ കണ്ടെയ്നറും ഉൾക്കൊള്ളാൻ സാധിക്കും. അവസാനമായി കയറിയ പോർട്ട് സിംഗപ്പൂർ പോർട്ടാണ്. സിംഗപ്പൂർ പോർട്ടിൽ നിന്നാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അതിന് മുന്നേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചൈനയിലെ 2 പോർട്ടിൽ കയറിയതിനു ശേഷമാണ് നമ്മുടെ സിംഗപ്പൂർ പോർട്ടിൽ വന്നതും അതിനുശേഷം വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്നതും. വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ്. ഇപ്പോൾ ഷിപ്പ് ഇപ്പോൾ നമ്മുടെ കപ്പൽ ചാലിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി 3 ടഗ് ബോട്ടുകളെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇനി 3 ടഗ് ബോട്ടിലും ഹെവി റോപ്പ് ടൈ ചെയ്തതിന് ശേഷമാണ് കപ്പൽ ചാലിലൂടെ പോർട്ടിനകത്തോട്ട് പ്രവേശിപ്പിക്കുന്നത്. 4ാമതൊരു ടഗ് തൊട്ടടുത്ത് തന്നെ വരുന്നതായിരിക്കും. അങ്ങനെ 4 ടഗ് ബോട്ടും പോർട്ടിലെ പൈലറ്റും ചേർന്നിട്ടാണ് ഈ വലിയ മദർഷിപ്പിനെ നമ്മുടെ പോർട്ടിലോട്ട് അടുപ്പിക്കുന്നത്. ഷിപ്പിൻ്റെ കറണ്ട് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 15.6 മീറ്ററാണ്. കാരണം കുറച്ച് ദിവസം മുന്നേ വന്ന ഷിപ്പുകളുടെ ഡ്രാഫ്റ്റ് എല്ലാം വളരെ കുറവ് തന്നെയായിരുന്നു. കാരണം കുറേ ഫീഡർ ബസ്സിലാണ്, ബാക്കിയുള്ള മദർ ബസ്സിലെല്ലാം ഈ കണ്ടെയ്നർ ഫില്ല് ചെയ്യാൻ വന്ന ഷിപ്പുകളുണ്ട്. പക്ഷേ ഈ ഷിപ്പിനാവട്ടെ ഏകദേശം 15.6 മീറ്ററാണ് ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റ്. അപ്പോൾ കുറച്ച് ദിവസം ശേഷം വന്നതിൽ വെച്ച് നല്ലൊരു ഡ്രാഫ്റ്റുള്ള ഷിപ്പ് തന്നെയാണ്. നമുക്ക് ഷിപ്പിൻ്റെ ഡീറ്റെയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ബൾബസ് ബോ കാണാൻ സാധിക്കുമോ, എത്രയാണ് ഡ്രാഫ്റ്റ് എന്ന് നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ ടഗ് ബോട്ടുകൾ ഇപ്പോൾ ചുറ്റും കറങ്ങും നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു മനോഹരമായ വിഷ്വൽ തന്നെയാണ്. ഇപ്പോൾ ഈ സമയത്ത്, ഇന്നത്തെ ദിവസം ഈ കപ്പൽ വരുന്ന ഈ സമയത്ത് കുറച്ച് തിരമാലയുണ്ട് ആ സമയത്ത്. കാരണം നിലവിൽ ഈ മത്സ്യബന്ധനത്തിന് പോകുന്നവരൊന്നും കുറച്ച് പോകുന്നില്ല. നമ്മുടെ ഈ സൈഡിലൊക്കെ ധാരാളം കക്കയല്ല ചിപ്പി വാരുന്നവരൊക്കെ ഞാൻ രാവിലെ വീഡിയോ എടുക്കാൻ വരുന്ന സമയത്തെല്ലാം ഇവിടെ കാണാറുണ്ട്. അവരാരെയും ഇവിടെ കാണാറില്ല. കാരണം ഈ സമയത്ത്, ഇന്ന് ഞാൻ വന്ന സമയത്ത് തന്നെ നല്ല തിരമാല ശക്തമായിട്ടാണ് ഇവിടെയുള്ളത്. അതിനാൽ ഈ ഭാഗത്ത് ഞാൻ കുറച്ചങ്ങോട്ട് മുമ്പ് തിരമാല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. കപ്പൽ ഇപ്പോൾ MSC റോം ഇപ്പോൾ വളരെ സാവധാനത്തിൽ കപ്പൽ ചാലിലേക്ക് തിരിഞ്ഞു കയറുന്ന ആ ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഡ്രാഫ്റ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ 15.6 മീറ്റർ ആയത് കാരണം ബൾബസ് ബോയ് ഒന്ന് കാണാൻ പറ്റും എന്ന് തോന്നുന്നില്ല.
മാക്സിമം ഡ്രാഫ്റ്റ് 18 ആണെങ്കിലും, കാരണം പുതിയ ഷിപ്പുകളെല്ലാം ഡ്രാഫ്റ്റ് വളരെ കൂടുതലാണ്. ഈ 366 മീറ്റർ നീളമുള്ള ഷിപ്പുകൾക്ക്, അതായത് നമ്മുടെ ഈ പറയുന്ന 10 വർഷം 15 വർഷം പഴക്കം ചെന്ന 366 മീറ്റർ നീളമുള്ള ഷിപ്പിന് 9,000 8,000 അല്ലെങ്കിൽ 10,000 TEU കണ്ടെയ്നർ മാത്രമാണ് ഉൾക്കൊള്ളാൻ സാധിക്കുമെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് പണിത, അതായത് പുതിയ ടെക്നോളജി ഉപയോഗിച്ച് സ്പേസ് കണ്ടുപിടിച്ച് മാക്സിമം കണ്ടെയ്നർ ഫില്ല് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ഓരോ ഷിപ്പും ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സൈസ് കുറയുന്നതനുസരിച്ച് ചിലപ്പോൾ 366 മീറ്റർ എന്നുള്ള 300 മീറ്റർ ആയാലും ചിലപ്പോൾ 15,000 TEU ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിലവിൽ ഇനി 366 കാറ്റഗറിയിൽ വരുന്ന ഷിപ്പുകൾക്ക് 15,000 അല്ല 17,000 കണ്ടെയ്നർ കപ്പാസിറ്റി വരെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് തിരമാല കാണാൻ സാധിക്കും. ഞാനിരിക്കുന്ന കുറച്ച് ഹൈറ്റുള്ള പ്ലേസിലാണെങ്കിലും അവിടെയും തിരമാല വളരെ ശക്തമായിട്ട് വരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും. എന്നാലും തിരമാലയുടെ ഓളങ്ങളുടെ ഇടയിലൂടെ നമ്മുടെ MSC റോം നമ്മുടെ പോർട്ടിലേക്ക് കടന്നു വരുന്ന വളരെ 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 മനോഹരമായ വിഷ്വൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 ടഗ് ബോട്ടിനെയും നമുക്ക് കാണാൻ സാധിക്കും. ഷിപ്പ് 2-3 ദിവസത്തേക്ക് 2 ദിവസത്തോളം പോർട്ടിന് പുറത്ത് തന്നെയായിരുന്നു. കാരണം പോർട്ടിൽ ധാരാളം ഷിപ്പുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ പലരും ചോദിക്കുന്നു, ഈ 2-3 ദിവസം പോർട്ടിന് പുറത്താണ് ഷിപ്പ് വെയിറ്റ് ചെയ്യുന്നത്, അകത്തൊന്നുകൊണ്ട് കയറ്റിക്കൊള്ളുന്നത്. പല പോർട്ടിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ പോർട്ടിൽ നിലവിൽ ധാരാളം ഷിപ്പുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സർവ്വസാധാരണമാണ്. അപ്പോൾ അതിനനുസരിച്ച് വന്ന ഷെഡ്യൂളിനനുസരിച്ച് തീർച്ചയായിട്ടും കയറ്റി. കാരണം നമ്മളെ വലിയ മദർ ഷിപ്പായാലും ഏത് ഷിപ്പായാലും അടുത്ത പോർട്ടിലേക്ക് പോകുന്നൊരു ഷെഡ്യൂൾ ഉറപ്പായിട്ട് കാണും. അപ്പോൾ ആ ഷെഡ്യൂളിനനുസരിച്ചായിരിക്കും അവർ വന്നു പോകുന്നത്. അപ്പോൾ അവർക്ക് കറക്റ്റ് സമയം ഏതായാലും ഉണ്ട്. അത് വലിയ സംഭവമുള്ള കാര്യമല്ല. എല്ലാ പോർട്ടിലും 1, 2, 3 ദിവസം അല്ലെങ്കിൽ ആഴ്ചകളോളം കപ്പൽ വെയിറ്റ് ചെയ്തിട്ടാണ് പോർട്ടിനകത്ത് ബർത്ത് ചെയ്ത് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ നമുക്ക് MSC റോം വളരെ ഭംഗിയുള്ള ഷിപ്പ് തന്നെയാണ്. നമുക്ക് ഷിപ്പിനെ പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ കപ്പൽ ചാലിലേക്ക് കപ്പൽ തിരിഞ്ഞു കയറുന്നു. നമുക്കൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഷിപ്പിൻ്റെ ബൾബസ് ബോ ഒന്ന് കാണാൻ സാധിക്കുമെന്ന് നോക്കാം. ഇല്ല, ബൾബസ് ബോ കാണുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 15.6 മീറ്റർ ഡ്രാഫ്റ്റ് ആയതിനാൽ ബൾബസ് ബോ നമുക്ക് കാണാൻ സാധിക്കില്ല. നമുക്ക് തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് മുന്നേറുന്നു. കാരണം തിരമാലകളെ കീറി മുറിച്ചു എന്ന് പറയാൻ കാരണം നമുക്കിപ്പോൾ കപ്പൽ പോകുന്ന സ്ഥലത്ത് പോർട്ടിനകത്തല്ലാത്തതിനാൽ തിരമാലയുണ്ട്. നമ്മുടെ പോർട്ടിനകത്താണെങ്കിൽ നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ പ്രൊട്ടക്ഷൻ 100% ഉള്ളത് കാരണം നമുക്ക് പോർട്ടിനകത്ത് വെള്ളം ശാന്തമാണ്, തിരമാലയില്ല. MSC എന്ന് പറയുന്ന ബാഡ്ജിങ് നമുക്കെല്ലാവർക്കും ആ 3 ലൈനും അതിൻ്റെ സെൻട്രൽ MSC എന്ന് പറഞ്ഞ ബാഡ്ജിങ്ങും എല്ലാവർക്കും വളരെയധികം പ്രൈസ് ഉള്ളൊരു കാഴ്ച തന്നെയാണ്. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമ്മളെപ്പോഴും കാണുന്ന പോലെ ഫോർമാസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഫോർമാസ്റ്റിലും നാവിഗേഷൻ്റെ ഭാഗമായിട്ട് ഒരു പോർഷൻ റൊട്ടേറ്റ് ചെയ്യുന്നതും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പുതിയ വരുന്ന ഫോർമാസ്റ്റിൻ്റെ ഏറ്റവും ടെക്നോളജി പരമായിട്ട് നിർമ്മിച്ച ഷിപ്പ് ആയതിനാൽ പുതുതായിട്ട് വരുന്ന എല്ലാ ഷിപ്പിൻ്റെ ഫോർമാസ്റ്റിൽ ഇങ്ങനെ നാവിഗേഷൻ കാണും. പഴയ ഷിപ്പിൽ ഈ ഫോർമാസ്റ്റിൽ ഇതില്ല. നിലവിൽ അങ്ങനെ പുതിയ ടെക്നോളജി ആഡ് ചെയ്തിട്ടാണ് പുതിയ ഷിപ്പുകളെല്ലാം ബിൽഡ് ചെയ്തിട്ടുള്ളത്. അത് ഓരോ വർഷവും അങ്ങനെ തന്നെയാണ്. ഓരോ വർഷവും പുതിയ ടെക്നോളജികളും പുതിയ കണക്ടിവിറ്റികളും ധാരാളമായി കണ്ടുപിടിക്കുന്നുണ്ട്. ആ കണ്ടുപിടുത്തങ്ങളെല്ലാം ഷിപ്പുകൾ പോലെയുള്ള വലിയൊരു കണ്ടെയ്നർ മൂവ്മെൻറ്റ് നടക്കുന്ന ഷിപ്പുകൾ തന്നെയായിരിക്കും അത് ഫിക്സ് ചെയ്ത് ആദ്യമായിട്ട് വരിക. ഇപ്പോൾ നമ്മൾ കപ്പലിനോട് ചേർന്നിട്ട് ടഗും ഡോൾഫിൻ 27 എന്ന് പറയുന്ന ടഗാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കപ്പലിനോട് ചേർന്ന് പോയിട്ടുണ്ട്. അതായത് ഹെവി റോപ്പ് ടൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കപ്പൽ ചാനലിലൂടെയാണ് കപ്പൽ പോയിക്കൊണ്ടിരിക്കുന്നത്, അതിനാലാണ് ഹെവി റോപ്പ് ടൈ ചെയ്ത് ഇങ്ങനെ 2 ടഗ്. ഇനിയിപ്പോൾ നമുക്ക് മുന്നിൽ കാണുന്ന ഡോൾഫിൻ 27 ആണെങ്കിൽ 28ഉം 26ഉം കപ്പലിൻ്റെ സൈഡിലൂടെ പോയിട്ട് എല്ലാ ടഗും നമുക്ക് 27ഉം 26ഉം കാണാൻ സാധിക്കും. എല്ലാ ടഗും ഹെവി റോപ്പുകൾ ടൈ ചെയ്തിട്ട് തന്നെയായിരിക്കും നമ്മുടെ പോർട്ടിനകത്ത് ഇപ്പോൾ പ്രവേശിപ്പിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ടഗ് ഏതാണെന്ന് നമുക്ക് ഒന്ന് സൂം ചെയ്ത് നോക്കാം. ഇതും നിലവിൽ ഹെവി റോപ്പ് ടൈ ചെയ്യുന്നതേ ഉള്ളൂ. എനിക്കൊന്ന് ഡോൾഫിൻ 27, അതെ ഡോൾഫിൻ 28. അങ്ങനെ ഈ എല്ലാ ഡോൾഫിൻ സീരീസിലെ ടഗുകൾ നിലവിൽ ഹെവി റോപ്പ് ടൈ ചെയ്തതിന് ശേഷമാണ് കപ്പൽ ചാലിലേക്ക് പ്രവേശിക്കുന്നത്. കപ്പലിനെ നമുക്ക് തൊട്ടടുത്ത് തന്നെ കാണാൻ സാധിക്കും. നമ്മുടെ മുന്നിലൂടെ തന്നെയാണ് കപ്പൽ കടന്നു പോകുന്നത് തന്നെ. നമുക്ക് കപ്പലിൻ്റെ ബ്രിഡ്ജ് പോർഷൻ കാണാൻ സാധിക്കും. അതുമാത്രമല്ല ഫണൽ എന്നീ പോർഷൻസും നമുക്ക് ഈ ഭാഗത്തു നിന്ന് കാണാൻ സാധിക്കും. വളരെ മനോഹരമായ ഷിപ്പ് തന്നെയാണ് MSC റോം എന്ന് പറയുന്ന ഷിപ്പ്. ധാരാളം ഷിപ്പുകളാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനികൾക്കുള്ളത് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. അതുമാത്രമല്ല ഇപ്പോൾ നമുക്ക് ബ്രിഡ്ജ് പോർഷൻ ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ പറയുന്ന ബ്രിഡ്ജ് വിങ്സ് 2 സൈഡിലായിട്ട് കാണുന്ന ബ്രിഡ്ജ് വിങ്സ് കാണാൻ സാധിക്കും. ഇനി ഈ പറയുന്ന ഷിപ്പിൻ്റെ ഫുൾ കൺട്രോൾ വരുന്ന ഈ ഒരു ബ്രിഡ്ജ് പോർഷനിലാണ് ഷിപ്പിൻ്റെ ഫുൾ കൺട്രോൾ കാണുന്നത്. ഇവിടെയാണ്
ഷിപ്പിലെ ക്യാപ്റ്റനും ഇപ്പോൾ നമ്മുടെ പോർട്ടിലെ പൈലറ്റും നിലവിലുള്ളത് ഈ പറയുന്ന ബ്രിഡ്ജ് പോർഷനാണ്. അത് എവിടെയാണ് കറക്റ്റായിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിഡ്ജ് പോർഷൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് ഗ്ലാസ് പോർഷൻ കാണാൻ സാധിക്കും. കണ്ടോ, ഇതിനാണ് വീൽ ഹൗസ് എന്ന് പറയുന്നത്. ഈ വീൽ ഹൗസ് ഇരുന്നിട്ടാണ് നമുക്ക് ഈ പറയുന്ന ഗ്ലാസ് ആയിട്ട് നമുക്ക് പുറമേ കാണാൻ സാധിക്കുന്നത്. ബ്രിഡ്ജ് പോർഷൻ്റെ ഏറ്റവും ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഭാഗമായ ഗ്ലാസ് ഇട്ടിരിക്കുന്ന ഈ ഭാഗമാണ് വീൽ ഹൗസ്. വീൽ ഹൗസ് ഇരുന്നിട്ടാണ് ഈ പറയുന്ന പോർട്ടിലെ പൈലറ്റായാലും കപ്പലിലെ ക്യാപ്റ്റനായാലും കൺട്രോൾ ചെയ്യുന്നത്. വീൽ ഹൗസിൻ്റെ മുകളിൽ മങ്കിയലിൻ്റെ മുകളിലാണ് നിലവിൽ ഈ പറയുന്ന നാവിഗേഷൻ എക്യുപ്മെൻസും റഡാറും സിഗ്നൽ മാസ്റ്റും ഇതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. എല്ലാ കണക്ഷൻ സിസ്റ്റം വരുന്നത് ബ്രിഡ്ജിലാണ്. അതായത് നമ്മുടെ ഒരു കപ്പലിൻ്റെ പ്രധാന പോർഷൻ എന്ന് പറയുന്നത് ബ്രിഡ്ജിൽ നിന്നാണ് മൊത്തവും കണക്ഷൻ പോകുന്നത് തന്നെ. എഞ്ചിൻ റൂമിലേക്കുള്ള കണക്ഷൻസും മൊത്തവും കണക്ഷൻസ് എല്ലാം പോകുന്ന ബ്രിഡ്ജ് പോർഷനാണ്. ഷിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോർഷൻ തന്നെയാണ് ബ്രിഡ്ജ് പോർഷൻ. അങ്ങനെ പോർട്ടിനകത്തോട്ട് പോകുന്ന ഷിപ്പിനെ നോക്കിയിരിക്കുന്ന സമയത്ത് വലിയൊരു തിരമാല നമ്മളെ ലക്ഷ്യമാക്കി വരുന്നത് പോലെ തോന്നുന്നു. വളരെ ഹൈറ്റുള്ള പ്ലേസ് ഇരുന്നിട്ട് കൂടി തന്നെ ഈ തിരമാല കൊണ്ട് അതാ നനഞ്ഞിരിക്കുന്നു, പൂർണ്ണമായിട്ടും നനഞ്ഞിരിക്കുന്നു, ക്യാമറ ഉൾപ്പെടെ നനഞ്ഞിരിക്കുന്നു. അത്രയും വലിയൊരു തിരമാലയായിരുന്നു തൊട്ട് മുന്നേ വന്നു പോയത്. ഇപ്പോൾ നനഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്നാലും നമുക്ക് വളരെ ദൂരെയായിട്ട് ഷിപ്പിനെ കാണാൻ സാധിക്കും. ഞാൻ നനയില്ല എന്ന് വിചാരിച്ച് ഇതുവരെയായിട്ടും ഇവിടെ നനഞ്ഞിട്ടില്ല. കാരണം വളരെ ഹൈറ്റുള്ള പ്ലേസ് തന്നെയാണ്. ഞാൻ തുടക്കം മുതലേ പറഞ്ഞു, തിരമാല വളരെ കൂടുതലാണ് കടലിൽ. നമ്മളെ ഈ പറയുന്ന ന്യൂസിലെ കണ്ടിരുന്നു, കൊല്ലം ഭാഗത്തെല്ലാം കള്ളക്കടൽ പ്രതിഭാസം, അതായത് ഈ പറയുന്ന തിരമാല ഉൾവലിഞ്ഞതിന് ശേഷം തിരിച്ച് റിപ്പീറ്റ് വരുന്ന തിരമാല വളരെ ഹൈറ്റുള്ള തിരമാല തന്നെയായിരിക്കും. പക്ഷേ ഇത്രയും മുകളിലേക്ക് ഈ തിരമാല കയറും എന്ന് പ്രതീക്ഷിച്ചില്ല. നമ്മൾ പലപ്പോഴായിട്ടും ഇവിടെ ഇരുന്നിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യൽ. പക്ഷേ ഇന്ന് പൂർണ്ണമായിട്ടും നനഞ്ഞിരിക്കുന്നു, ഫുള്ള് നനഞ്ഞു പോയിരിക്കുന്നു. കാരണം നനഞ്ഞു പോയ ഭാഗമല്ല ഞാൻ കളഞ്ഞിട്ട് പിന്നെ റെക്കോർഡിംഗ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ബൾബസ് ബോ നമുക്ക് കാണാൻ സാധിക്കില്ലെങ്കിലും ചെറിയൊരു പോർഷനാണ് കാണാൻ സാധിക്കുന്നത് ബൾബസ് ബോയുടെ. ഇപ്പോൾ ഡ്രാഫ്റ്റ് ഏകദേശം നമുക്ക് ഈ പറയുന്ന 15.6 മീറ്റർ ഡ്രാഫ്റ്റ് നമുക്ക് ഇവിടെ നിന്നും വീഡിയോയിൽ നിന്നും കണ്ട് തന്നെ മനസ്സിലാക്കാനായി സാധിക്കും. ഡ്രാഫ്റ്റ് ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കില്ല. കാരണം തിരമാല ഇങ്ങനെ ഉള്ളത് കാരണം, വെള്ളത്തിൻ്റെ ഈ ഏറ്റക്കുറച്ചിൽ കാരണം നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കുന്നില്ലെങ്കിലും പക്ഷെ പെർഫെക്റ്റായിട്ട് നമ്മുടെ ഷിപ്പ് ട്രാക്കിൽ എല്ലാവർക്കും അറിയാൻ സാധിക്കും നിലവിൽ കപ്പൽ എത്ര ഡ്രാഫ്റ്റിലാണ് പോർട്ടിനകത്ത് കയറുന്നതെന്നുള്ള. ആ ഒരു ഡ്രാഫ്റ്റ് വെച്ചിട്ടാണ് 15.6 മീറ്റർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. മാക്സിമം ഡ്രാഫ്റ്റ് 18 മീറ്റർ എന്നുള്ളതിന് തെളിവാണ് നമ്മൾ ഈ കാണുന്ന റെഡ് പോർഷൻ ഉണ്ടോ. അപ്പോൾ ഒരു 3 മീറ്ററാണ് ഈ റെഡ് പോർഷൻ ഡിസ്റ്റൻസ് വരിക. മൊത്തവും 18 മീറ്റർ ആയി കഴിഞ്ഞാൽ ഈ റെഡ് പോർഷൻ നമുക്ക് കാണാൻ സാധിക്കില്ല. പൂർണ്ണമായിട്ടും വെള്ളത്തിൻ്റെ അടിയിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ കടലിൻ്റെ അടിയിലൂടെ ആയിരിക്കും പോകുന്നത്. MSC റോം എന്ന് പറയുന്ന നല്ലൊരു ബാഡ്ജിങ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പോലെ നമുക്ക് കപ്പലിനെ ഒന്ന് സ്കാൻ ചെയ്യാം. സ്കാനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കപ്പൽ കടന്നു പോകുന്ന, നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ഭാഗത്ത് വെറൈറ്റി ആയിട്ടുള്ള കണ്ടെയ്നർ എന്തെങ്കിലും ഉണ്ടോ. വെറൈറ്റി എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് MSCയുടെ കണ്ടെയ്നർ 40 ഫീറ്റും 20 ഫീറ്റും കണ്ടെയ്നറാണ് ഷിപ്പുകളിൽ ധാരാളമായി വന്നു പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് എക്സ്കവേറ്റർ, ഈ പറയുന്ന LPG ടാങ്ക്, അങ്ങനെ ലോറികൾ, പല സാധനങ്ങളും വെറൈറ്റി ആയിട്ട് നമുക്ക് ഈ കണ്ടെയ്നർ രൂപത്തിൽ തന്നെ 40 ഫീറ്റ് കണ്ടെയ്നർ രൂപത്തിൽ തന്നെ ഫിക്സ് ചെയ്ത് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടെയ്നർ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഷിപ്പിൻ്റെ ലൈഫ് ബോട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കും. എമർജൻസി ഘട്ടത്തിൽ ഷിപ്പിൽ നിന്നും പുറത്തേക്ക് പോകുന്നതാണ് ലൈഫ് ബോട്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ബ്രിഡ്ജിൻ്റെ സൈഡ് പോർഷനാണ് കാണുന്നത്. ബ്രിഡ്ജ് വിങ്, ഒരു സൈഡിലെ വിങ് കാണാൻ സാധിക്കും. അത് IMO നമ്പറുണ്ട്. പിന്നെ ഇന്ത്യൻ ഫ്ലാഗ് കാറ്റിൽ പറന്നു പോകുന്നത് വളരെ മനോഹരമായ ദൃശ്യം തന്നെയാണ്. നാവിഗേഷൻ ലൈറ്റും എക്യുപ്മെൻസും റഡാറും ഉൾപ്പെടെ നമുക്ക് ഈ പോർഷനിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അത് മാത്രമല്ല വീൽ ഹൗസും നമുക്ക് കാണാൻ സാധിക്കും. ഷിപ്പിലെ ക്യാപ്റ്റനെയും പൈലറ്റിനെയും ചെറുതായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന ബ്രിഡ്ജ് പോർഷൻ്റെ സൈഡിലത്തെ പോർഷൻ, അതായത് എത്ര നിലയുണ്ടെന്ന് അറിയാൻ പറ്റുന്ന രീതിയിൽ ലാഡർ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഷിപ്പിൻ്റെ ബാക്ക് പോർഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി സ്കാൻ ചെയ്ത് നോക്കാം വേറെ എന്തെങ്കിലും വെറൈറ്റി കണ്ടെയ്നർ ഉണ്ടോ. ഒരു ബ്ലൂ കളറിലൊരു കണ്ടെയ്നർ ഉണ്ട്. അത് നിലവിൽ എനിക്ക് തോന്നുന്നു റീഫർ കണ്ടെയ്നർ അല്ല. റീഫർ കണ്ടെയ്നറെല്ലാം വൈറ്റ് കളറായിട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നു സീ ഫുഡോ ഈ പറയുന്ന സീ ഫിഷോ പോകുന്നതായിരിക്കാം നിലവിൽ ആ കണ്ടെയ്നർ. അല്ലാതെ നമുക്ക് ഒന്നുകൂടി നമുക്ക് നോക്കാം വേറെ എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ പറയുന്ന എത്ര ഹൈറ്റിലാണ് കണ്ടെയ്നർ നിലവിലുള്ളത് എന്നും നമുക്ക് ഇതിൽ നിന്ന് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു 7 കണ്ടെയ്നർ ഹൈറ്റിലാണ് അടുക്കി വെച്ചിട്ടുള്ളത്. വെറൈറ്റി കണ്ടെയ്നറുടെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നുണ്ട്. പക്ഷേ അത് എടുത്തു പറയാൻ പറ്റുന്നല്ല. അത് കണ്ടെയ്നർ ഷേപ്പിലുള്ള തന്നെയാണ്. എക്സ്കവേറ്ററായിട്ടൊന്നും ഇതിൽ കാണാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ പരുന്ന ഇപ്പോൾ MSC MI നിന്നും നിലവിൽ LPG ടാങ്കർ ഉൾപ്പെടെയുള്ള കണ്ടെയ്നർ കണ്ടിട്ടുണ്ട്. ആ കണ്ടെയ്നർ നമ്മുടെ പോർട്ടിൻ്റെ അപ്ഡേഷൻ എടുത്ത സമയത്ത് പോർട്ടിൽ തന്നെ അത് ഉണ്ടായിരുന്നു. അത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മുടെ പോർട്ടൽ ഹോൾഡിംഗ് ആണ് ഇപ്പോൾ നിലവിൽ. ഈ ഷിപ്പ് വരുമ്പോൾ ഈ ഷിപ്പിൽ കയറ്റി വേറെ ഏതോ രാജ്യത്തിലേക്ക് അയക്കാൻ വേണ്ടിയുള്ളതാണ്. ഇനി കപ്പലിൻ്റെ അടുത്ത പ്രധാനപ്പെട്ട പോർഷനാണ് ഫണൽ. നമുക്ക് ഫണലും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ്
മനസ്സിലാക്കുന്നത്. ഇഞ്ചിനിൽ നിന്നുള്ള എക്സോസ്റ്റ് കണക്ഷനാണ് ഈ ഫണലിലേക്ക് വരുന്നത്. അതും ബ്രിഡ്ജ് പോർഷൻ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷൻ തന്നെയാണ് ഫണലും. ഈ 2 പോർഷനാണ് ഒരു ഷിപ്പിൻ്റെ പ്രധാനപ്പെട്ട പോർഷൻ. ഈ ഫോർമാസ്റ്റ് ഉൾപ്പെടെ അങ്ങനെ 3 പോർഷൻ, ഫോർമാസ്റ്റ്, ബ്രിഡ്ജ്, ഫണൽ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ ധാരാളം ഷിപ്പുകളാണ് നമ്മുടെ മുന്നിലൂടെ പോകുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ഷിപ്പിൻ്റെയും ഡീറ്റെയിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ സാധിക്കും. ഇതാണ് ഈ ഒരു പോർഷനാണ് എഞ്ചിനുമായിട്ട് കണക്ട് ചെയ്യുന്ന എക്സോസ്റ്റ് പോർട്ട്, ഷിപ്പിൻ്റെ ഫണൽ എന്നറിയപ്പെടുന്നു. നമുക്കിനി ഈ ഫണലും ഈ പറയുന്ന കണ്ടെയ്നർ ഇരിക്കുന്ന ആ ഒരു ഡെക്ക് പോർഷൻ നമ്മൾ ഡിഫറൻസ് ഏതാണ്ട് 10-15 മീറ്ററോളം കാണും. വളരെ ദൂരം നിന്നായതുകൊണ്ടാണ് നമുക്ക് എത്ര മീറ്റർ എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കാത്തത്. എന്നാലും നമുക്ക് അതിൻ്റെ ബാക്കിലോട്ട് നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. സൂം ചെയ്ത് വെച്ചാൽ സ്കാൻ ചെയ്ത് നോക്കാം വെറൈറ്റി ആയിട്ടുള്ള കണ്ടെയ്നർ ഉണ്ടോ ഇല്ലയെന്ന്. ഈ ഭാഗത്തിരുന്നാൽ നമുക്ക് ഹൈറ്റുള്ള പ്ലേസിൽ ഇരുന്നാൽ നമുക്ക് വ്യക്തമായിട്ട് തന്നെ പലപ്പോഴായിട്ട് ലഭിക്കാറുണ്ട് എന്തെങ്കിലും കണ്ടെയ്നർ ഉണ്ടെന്ന്. പക്ഷേ നിലവിൽ അൺഫോർച്ചുനേറ്റ്ലി ഈ ഷിപ്പിൽ ഈ വശത്തു നിന്നാണ് ഞാൻ പറഞ്ഞത്, അപ്പുറത്തെ വശത്ത് ഇനി കാണുമോ ഇല്ലെന്ന് അറിയില്ല. ഈ വശത്ത് നിലവിൽ വേറെ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. 2 ഡക്ക് ബോട്ടുകളെയും ഹെവി റോപ്പ് ടൈ ചെയ്ത് പോകുന്ന കാണാൻ സാധിക്കുന്നതോടൊപ്പം ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ബ്രേക്ക് വാട്ടറുടെ എൻഡ് പോർഷനാണ്. അതായത് 2960 മീറ്റർ കംപ്ലീറ്റ് ചെയ്ത ഫസ്റ്റ് ഫേസിൽ കംപ്ലീറ്റ് ചെയ്ത ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷനിലേക്ക് നമ്മുടെ കപ്പൽ കടന്നു പോകുന്നു. അതായത് നമ്മുടെ പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ബ്രേക്ക് വാട്ടർ പിന്നിട്ട് ഷിപ്പ് MSC റോം നമ്മുടെ പോർട്ടിനകത്തോട്ട് പ്രവേശിച്ച കാഴ്ച വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ പറയുന്ന തിരമാലയുടെ ശല്യം എന്ന് പറയാൻ പറ്റില്ല, തിരമാല നിലവിൽ ഇവിടെ ഇല്ല. ബ്രേക്ക് വാട്ടർ ഉള്ളത് കാരണം എത്ര ഹെവി തിരമാല വന്നാലും നമുക്ക് റെസിസ്റ്റ് ചെയ്യേണ്ട കപ്പാസിറ്റി ബ്രേക്ക് വാട്ടറിനുണ്ട്. അതിനാൽ നമുക്ക് ഇതിനകത്ത് തിരമാല ഇല്ല. ഇപ്പോൾ നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാം പുറത്തുള്ള തിരമാലയും ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ തിരമാല വന്ന് അടിക്കണമെങ്കിൽ എന്തോരം ഹൈറ്റ് ഉണ്ട്. വിഴിഞ്ഞം പോർട്ടിൽ വന്നവർക്കും നമ്മുടെ ആഴിമല ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് വന്നവർക്കും ഈ പറയുന്ന ഇത്രത്തോളം ഹൈറ്റുള്ള വലിയ വലിയ കല്ലുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ മുകളിലിരുന്നിട്ടൊക്കെ ആയിരിക്കും നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യൽ. ഇനി ആ ഭാഗത്തും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഷിപ്പിൽ മാർക്കിങ്, ടഗ് ബോട്ട് പോകുന്ന മാർക്കിങ് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ഏത് ഭാഗത്തുകൂടിയാണ് ടഗ് ബോട്ട് പോകേണ്ടത്. അത് മിക്ക ഷിപ്പിലും, പുതിയ ഷിപ്പുകളിലെല്ലാം വളരെ വ്യക്തമായിട്ട് മാർക്ക് ചെയ്ത് കാണാൻ സാധിക്കും. പഴയ ഷിപ്പിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ നിലവിൽ മാർക്ക് ചെയ്ത് നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ബ്രിഡ്ജ് പോർഷൻ്റെ ഏറ്റവും ബാക്ക് പോർഷനാണ് നമ്മൾ ഈ കാണുന്നത്. മുന്നിലെ പോർഷനും സൈഡിലെ പോർഷനും നമുക്ക് കാണാൻ സാധിക്കും. ബാക്ക് പോർഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിവിടെ ധാരാളം കണക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല അകത്തുകൂടി ലിഫ്റ്റ് ഉണ്ടെങ്കിൽ പുറത്തുകൂടി പോകുന്നതിന് ലാഡർ നമുക്ക് ഇതിലേക്ക് കാണാൻ സാധിക്കും. നമ്മളെപ്പോഴും പറയുന്ന പോലെ നാവിഗേഷനും റഡാറും ഇതെല്ലാം ചുറ്റിത്തിരിയുന്നത് തൊട്ടടുത്ത് നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കാരണം ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇന്ത്യയുടെ ഫ്ലാഗും പറക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ് തന്നെയാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. അത് എടുത്തെടുത്ത് പറയാൻ കാരണം നിലവിൽ നമ്മുടെ പോർട്ടിൻ്റെ പേര് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രം തന്നെയാണ്. വിഴിഞ്ഞം പോർട്ട് നമ്മൾ വളരെ എളുപ്പത്തിൽ പറയുന്നതാണ്. പലപ്പോഴും ചില രണ്ടും തരുന്ന എപ്പോഴും ഇൻ്റർനാഷണൽ പോർട്ട് എന്ന് പറയേണ്ട. യഥാർത്ഥത്തിൽ നമ്മുടെ പേര് കറക്റ്റ് ഒഫീഷ്യൽ നെയിം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രം എന്നാണ്. INNYY1 എന്ന കോഡോടുകൂടി തന്നെയാണ് നമ്മുടെ പോർട്ട് ഇൻ്റർനാഷണൽ ലെവലിൽ ഇപ്പോൾ അറിയപ്പെടുന്നുണ്ട്. നാളെ എങ്ങനെ അറിയപ്പെടും, പേര് മാറ്റുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. പക്ഷേ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ നമ്മുടെ സിറ്റിയുടെ പേരിൽ അറിയപ്പെടണം എന്ന് തന്നെയാണ്. അതായത് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ സീപോർട്ട് എന്നറിയപ്പെടാനാണ് ഇഷ്ടം. അതായത് INTVM എന്ന കോഡോടുകൂടി അറിയപ്പെടുകയാണെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് എല്ലാവർക്കും ഈ പറയുന്ന പറയാനും സാധിക്കും, നമ്മുടെ പോർട്ടിൻ്റെ പേര് പറയാനും സാധിക്കും. നമ്മുടെ സിറ്റി അതുപോലെ ലോകരാഷ്ട്രങ്ങളുടെ ചർച്ച ചെയ്യപ്പെടുന്ന സിറ്റിയായി മാറുകയും ചെയ്യും. ഇതിപ്പോൾ നമ്മൾ വിഴിഞ്ഞം പലർക്കും പറയാനും അറിയില്ല. നിലവിൽ അറിയാവുന്നവർക്ക് അറിയാവുള്ളൂ. വിഴിഞ്ഞം ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. എന്നാലും വിഴിഞ്ഞത്തിന് നമ്മൾ അങ്ങനെ പറയുന്നതല്ല, ഒരു സിറ്റിയുടെ പേരിൽ ഒരു പോർട്ട് അറിയപ്പെടുന്നതായിരിക്കും. എനിക്ക് പേഴ്സണലായിട്ടുള്ള കാര്യമാണ് കേട്ടോ, നിലവിൽ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം നമ്മുടെ പോർട്ടിനെ കുറിച്ച് പറയേണ്ട അധികാരമുണ്ട്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കമൻ്റ് ഒന്ന് അയക്കുക. നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രം എന്നറിയപ്പെടുന്നതാണോ ഇഷ്ടം, അതോ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ സീപോർട്ട് എന്നറിയപ്പെടാനാണോ ഇഷ്ടം എന്നുള്ളത് ദയവായിട്ട് അവരവരുടേതായിട്ടുള്ള കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോഡും INTVM എന്ന കോഡോടുകൂടി നമുക്ക് അറിയപ്പെടാനായിട്ട് സാധിക്കും. ഇനിയും നമുക്ക് വേണമെങ്കിൽ പോർട്ടിൻ്റെ പേര് മാറ്റാനായി സാധിക്കും എന്ന് തന്നെയാണ് എനിക്കറിയാൻ സാധിക്കുന്നത്. ഒഫീഷ്യലായിട്ട് തന്നെ മാറാൻ സാധിക്കും. അതോടൊപ്പം എല്ലാ നെറ്റ്വർക്കിലും മാറിയാൽ മതിയാവും. ഇപ്പോൾ അത്രത്തോളം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഷിപ്പ് ഇപ്പോൾ പോർട്ടിനകത്തോട്ട് പ്രവേശിച്ച് കഴിഞ്ഞു. നേരത്തെ തന്നെ പ്രവേശിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് കാണുന്ന ടഗ് ബോട്ടുകളെല്ലാം നിലവിൽ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന പോലെ നമ്മുടെ നല്ലൊരു ഡ്രാഫ്റ്റുള്ള ഷിപ്പ് തന്നെയാണ്. ഇപ്പോൾ നിലവിൽ 15.6 മീറ്റർ ഡ്രാഫ്റ്റാണ് നിലവിലുള്ളത്.
കുറച്ച് ദിവസം മുന്നേ വന്ന ഷിപ്പുകൾക്കെല്ലാം വളരെ ചെറിയ ഡ്രാഫ്റ്റ് ആയിരുന്നു, 13 മീറ്ററും 14 മീറ്റർ ആണെങ്കിൽ ഓരോ മീറ്റർ ഡ്രാഫ്റ്റ് കൂടുന്തോറും നമുക്ക് ഷിപ്പിനെ പൂർണ്ണമായിട്ടും തിരിച്ചു കൊണ്ടുവരാനൊക്കെ ബുദ്ധിമുട്ടൊന്നും ഒരിക്കലും പറയില്ല. കാരണം MSC കൈലി എന്ന് പറയുന്ന ഷിപ്പ് ഞാൻ തൊട്ട് മുന്നേ രണ്ടാമത്തെ പ്രാവശ്യം വിഴിഞ്ഞം പോർട്ടിൽ വന്നുപോയി. രണ്ടാമത്തെ പ്രാവശ്യം വന്നു പോയപ്പോൾ ഏകദേശം 13.5 മീറ്റർ ഡ്രാഫ്റ്റ് ആയിരുന്നു ആദ്യ ദിവസം. അല്ലെങ്കിൽ സിംഗപ്പൂർ പോർട്ടിൽ നിന്ന് വിഴിഞ്ഞം പോർട്ടിലേക്ക് ആദ്യമായി വന്നപ്പോൾ 16.5 മീറ്റർ ആയിരുന്നു ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റ്. അത് വളരെ അനായാസന തിരിഞ്ഞു പോയി നമ്മുടെ പോർട്ടിനകത്ത് കയറി. അതിനുശേഷം സൗത്ത് ഏഷ്യയിലെ ഒരു പോർട്ടിലും ഇതുവരെ കയറാത്ത MSC ക്ലൗഡ് ജെറാഡഡ് വിഴിഞ്ഞം പോർട്ടിൽ വന്നിരുന്നു. അപ്പോഴും ഷിപ്പിന് 16.7 മീറ്റർ ഡ്രാഫ്റ്റ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ 15.6 മീറ്റർ ഡ്രാഫ്റ്റുള്ള ഷിപ്പിന് വളരെ അനായാസമായി തിരിഞ്ഞു പോകാനായി സാധിക്കും. എങ്കിലും ഡ്രാഫ്റ്റ് കൂടിയ ഷിപ്പ് തന്നെയാണ്. ഷിപ്പിൻ്റെ വലിപ്പത്തിലും കണ്ടെയ്നർ കപ്പാസിറ്റിയുടെ കാര്യത്തിലും നിലവിലെ ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തുമാണ് ഷിപ്പ് പൂർണ്ണമായിട്ടും കൺട്രോളായി പോർട്ടിനകത്ത് കയറി തിരിഞ്ഞു പോകുന്ന റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്. നിലവിൽ അങ്ങനെയാണെങ്കിൽ ഈ ഷിപ്പ് 15.6 മീറ്ററാണ് നിലവിൽ ഡ്രാഫ്റ്റ് ഉള്ളത്. ഇപ്പോൾ 3 ടക്ക് ബോട്ടുകളെ കാണാൻ സാധിക്കും. ഈ 3 ടക്ക് ബോട്ടുകളും ചേർന്നിട്ട് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ സൈഡിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ പോർട്ടിലെ ബൂം, അതായത് ഈ പറയുന്ന STS ക്രെയിൻ്റെ ബൂം പൂർണ്ണമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ധാരാളം കണ്ടെയ്നറാണ് യാർഡ് പോർഷനിൽ നിരനിരയായി അടുക്കി വെച്ചിട്ടുള്ളത്. യാർഡ് ക്രെയിനുകളെല്ലാം പൂർണ്ണമായിട്ട് വന്നിട്ടുണ്ട്. 24 യാർഡ് ക്രെയിനുകളും 8 STS ക്രെയിനുകളും ഇപ്പോൾ നിലവിൽ നമ്മുടെ പോർട്ടിൽ തന്നെയുണ്ട്. അങ്ങനെ 32 ക്രെയിനുകൾ ഫസ്റ്റ് ഫേസിൽ കംപ്ലീറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ പോർട്ടിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ 32 ക്രെയിനുകളും പൂർണ്ണമായിട്ടും റണ്ണിങ്ങിലുമാണ്. വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് വിഴിഞ്ഞം പോർട്ട് വർക്കായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് തന്നെ ഏകദേശം 1.5 ലക്ഷം TEU കണ്ടെയ്നർ കപ്പാസിറ്റി ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചു. കൂടുതൽ കണ്ടെയ്നർ സുഗമമാക്കുന്നതിന്, അതായത് നമ്മുടെ യാർഡിൻ്റെ പുറത്തുള്ള കണ്ടെയ്നർ എടുക്കുന്നതിനായി പുതിയ ക്രെയിൻ സിസ്റ്റവും വന്നിട്ടുണ്ട്. റീച്ച് ഷക്ക് ക്രെയിനുകളെന്നാണ് അറിയപ്പെടുന്നത്. ഈ ക്രെയിൻ്റെ ഡീറ്റെയിലും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ക്രെയിൻ്റെ എഫിഷ്യൻറ്റ് ടെസ്റ്റ്, ലോ ടെസ്റ്റ്, ഇതെല്ലാം നടക്കുന്ന ടെസ്റ്റിൻ്റെ വീഡിയോ ഉൾപ്പെടെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ആർക്കും ആ വീഡിയോ കിട്ടി എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിലവിൽ എല്ലാവരുടെ ഫോട്ടോയാണുള്ളത്. ഞാനൊരു സമയത്ത് പോയ സമയത്താണ്. ഇന്നിപ്പോൾ ആ ക്രെയിൻ സിസ്റ്റം സ്റ്റില്ലായിട്ട് നിൽക്കുകയാണെങ്കിൽ അന്ന് വീഡിയോ എടുക്കാൻ പോയ സമയത്ത് തീർച്ചയായിട്ടും അത് ലോ ടെസ്റ്റ് എടുക്കുന്ന സമയമായിരുന്നു. ഈ ഭാഗത്തു നിന്ന് തന്നെയാണ് ഞാൻ വീഡിയോ അന്ന് ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് ആ ക്രെയിനിൻ്റെ എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യുന്നതും ഡീറ്റെയിലും നമുക്ക് കണ്ട് മനസ്സിലാക്കാനായി സാധിച്ചു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ 3 ടക്ക് ബോട്ടുകളും ചേർന്നിട്ട് കപ്പലിനെ ബ്രേക്ക് വാട്ടറിൻ്റെ സൈഡിലേക്ക് നീക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കാരണം കുറച്ച് മുന്നോട്ട് പോയതിന് ശേഷമാണ് ഷിപ്പ് പൂർണ്ണമായിട്ടും തിരിഞ്ഞു വരുന്നൊരു കാഴ്ച തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. എല്ലാ ഷിപ്പുകളും ഈ ഭാഗത്തു നിന്നാണ് തിരിയുന്നത്. പക്ഷേ ഈ ഷിപ്പ് തിരിയുന്നത് നല്ല അങ്ങനെ MSC റോം പൂർണ്ണമായിട്ടും നമ്മുടെ വിഴിഞ്ഞം പോർട്ടിനകത്ത് നിന്ന്, അല്ലെങ്കിൽ പോർട്ടിനകത്ത് നിന്ന് തിരിയുന്ന കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്. വീഡിയോ കുറച്ച് ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. കാരണം പല ഷിപ്പുകളും നമ്മുടെ പോർട്ടിൽ നിന്ന് ഈ ഭാഗത്തു നിന്നാണ് തിരിയുന്നത്. അതിനാൽ കുറച്ച് ഫാസ്റ്റ് ആയി കഴിഞ്ഞാൽ വളരെ കുറച്ചുകൂടി നമുക്ക് വേഗത്തിൽ തിരിയുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനു വേണ്ടിയാണ്. അതുമാത്രമല്ല, ഒരു മാസം മുന്നേ ഞാൻ VGF റിലേറ്റ് ചെയ്തിട്ട് ഒരു ചെറിയ വീഡിയോ ചെയ്തിരുന്നു. വളരെയധികം മനസ്സിന് വിഷമമുള്ളത് കൊണ്ടാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിനെ സ്നേഹിക്കുന്നവർക്കും അതിലേറെ വിഴിഞ്ഞം പോർട്ട് ഉയരങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും VGFൻ്റെ കാര്യത്തിൽ നമുക്കൊരു ചെറിയൊരു വിഷമം തീർച്ചയായിട്ടും ഉണ്ടാകും. അതിനുശേഷം തന്നെ ധാരാളം അപ്ഡേറ്റ്സ് ആണ് സെൻട്രൽ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. അതിൽ തന്നെ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററായ നിർമ്മല സീതാരാമൻ്റെ കുറേ വാക്കുകളിലേക്ക് നമുക്ക് ചുമ്മാ പോയി കഴിഞ്ഞാൽ ഇത് സ്റ്റേറ്റ് സെക്ടർ പ്രൊജക്റ്റാണെന്നും കൊമേഴ്ഷ്യൽ വൈബിളിലാക്കുന്നതിന് വേണ്ടി 817.80 ലക്ഷം കോടി രൂപ ഈ പദ്ധതിയിലേക്ക് വൈബിലിറ്റി ഗ്യാപ്പായിട്ട് അനുവദിക്കാൻ പോകുന്നു. ഇതുവരെ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഫണ്ട് എടുക്കുന്നെങ്കിൽ, ആ ഫണ്ട് അതായത് VGF നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കണം. അത് 2015 നെറ്റ് പ്രസൻറ്റ് വാല്യൂ അനുസരിച്ച് തിരിച്ചടയ്ക്കേണ്ട ഒരു എഗ്രിമെൻ്റാണ് ഇനി തയ്യാറാക്കാനുള്ളത്. ആ എഗ്രിമെൻറ്റ് തയ്യാറാക്കിയാൽ മാത്രമേ നമുക്ക് VGF ലഭിക്കൂ എന്നൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഉള്ളത്. ഇപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് അഭിപ്രായമുണ്ട്. നമ്മുടെ ഈ ചാനലിൽ തീർച്ചയായിട്ടും പൊളിറ്റിക്സ് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. പൊളിറ്റിക്സ് ഡിസ്കസ് ചെയ്യാൻ ഇനി ഉദ്ദേശിക്കുന്നുമില്ല. ഇനി നമ്മുടെ ചാനലിൽ പൊളിറ്റിക്സ് വരില്ല. പക്ഷേ നമ്മുടെ വിഴിഞ്ഞത്തെ സ്നേഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ വിഴിഞ്ഞം പ്രോജക്റ്റ് വളരണം, അല്ലെങ്കിൽ ഉയരങ്ങളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലുള്ള ഫണ്ടുകൾ നമുക്ക് ലഭിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. തൊട്ടടുത്തുള്ള തൂത്തുക്കുടി പോർട്ടിന് ഈ VGF ലഭിക്കുന്നുണ്ട്, ഗ്രാൻഡായിട്ട് ലഭിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ വിഴിഞ്ഞം പോർട്ടിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ ഈ ഫസ്റ്റ് എഗ്രിമെൻ്റ് വയ്ക്കുന്നത് നമ്മുടെ ഈ പറയുന്ന ഇപ്പോൾ ഉള്ള LDF സർക്കാരല്ല, UDF സർക്കാരാണ്. അതിനുശേഷം LDF സർക്കാർ വന്നു. ഇനി നിലവിൽ ഇപ്പോൾ ഏത് സർക്കാർ നിലവിൽ ഭരിച്ചാലും നമ്മുടെ ഇതുപോലുള്ള വൻകിട പ്രൊജക്റ്റുകൾ പൊളിറ്റിക്സായിട്ട് റിലേറ്റ് ചെയ്യാതെ തന്നെ
കൂടുതൽ ഹെൽപ്പ് ചെയ്താൽ മാത്രമേ ഇതുപോലുള്ള പ്രൊജക്റ്റുകൾ നമുക്ക് ഇന്ത്യയുടെ വലിയൊരു ഫിനാൻഷ്യൽ ഗേറ്റ് വേ, നമ്മളെപ്പോഴും പറയുന്ന പോലെ ആ ഒരു ഗേറ്റ് വേ ആയി മാറണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ പൊളിറ്റിക്സ് ഉൾക്കൊള്ളാതെ കൂടുതൽ ഫണ്ട് അനുവദിക്കുക തന്നെ ചെയ്യണം. അതുപോലെ VGF ഒരു ഗ്രാൻഡായിട്ട് തന്നെ നമുക്ക് ലഭിക്കണം. കാരണം ഇപ്പോൾ നമ്മുടെ MSc ക്ലൗഡ് ജെറാഡ് ഉൾപ്പെടെ, അതായത് സൗത്ത് ഏഷ്യയിൽ ഒരു പോർട്ടിലും ഇതുവരെ കയറാൻ പറ്റാത്ത MSc ക്ലൗഡ് ജെറാഡ് ഉൾപ്പെടെ ഇന്ത്യ തന്നെ അംഗീകരിച്ച, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും എല്ലാ ഗവൺമെൻറ്റും അംഗീകരിച്ച ഇന്ത്യയിലെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ് എന്ന് ഞാൻ തന്നെ 100 പ്രാവശ്യം വിളിച്ചു പറയും. എന്നെപ്പോലെ ധാരാളം പേര് ഉറക്കെ വിളിച്ചു പറയുന്ന, അത് അംഗീകരിച്ചൊരു പോർട്ടാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ട്. അതിന് തുല്യമായ കണ്ടെയ്നർ കപ്പലുകളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന MSc റോം ഉൾപ്പെടെ ധാരാളം കണ്ടെയ്നർ കപ്പലാണ് വിഴിഞ്ഞം പോർട്ടിൽ വന്നു പോയതും ഇനി വരാൻ പോകുന്നതും. MScയുടെ ജൂട്ട് സർവീസിൽ വരുന്ന MSc അയർന ഉൾപ്പെടെ കപ്പലുകളും വിഴിഞ്ഞം പോർട്ടിൽ ഉടൻ എത്തും. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ഒരേ ഒരു ഫിനാൻഷ്യൽ ഗേറ്റ് വേ മാത്രമല്ല, ഈ പറയുന്ന ഇന്ത്യയുടെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബും തന്നെയാണ് വിഴിഞ്ഞം പോർട്ട്. അതുവഴി ഇന്ത്യ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും നമ്മുടെ രാജ്യത്തിനും നേട്ടമുള്ള ഒരു പോർട്ടാണ് ഇപ്പോൾ നിലവിൽ. ഇനി ഫ്യൂച്ചറിലും ഞാൻ പറയുന്നു, ഇപ്പോൾ വാഗ്ദാൻ പോർട്ടിന് വേണ്ടി ഏതാണ്ട് എനിക്ക് തോന്നുന്നു 76,000 കോടി എന്തോണ് നിലവിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമുക്കറിയാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത് അതുപോലുള്ള വലിയ പ്രൊജക്റ്റുകൾ ഇനി വരണ്ടെന്നല്ല പറയുന്നത്, വാഗ്ദാൻ പോർട്ടും വരണം. പക്ഷേ ഇപ്പോൾ പ്രസൻ്റായിട്ട് ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം പ്രോജക്റ്റ് ഇത്രയും ഒരു ബൂമായിട്ട് നിൽക്കുന്ന സമയം, അതായത് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു പ്രൊജക്റ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. ഫസ്റ്റ് ഫേസ് മാത്രം കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ 800 മീറ്റർ മാത്രം ബെർത്തിങ് പോർഷൻ മാത്രമായപ്പോൾ തന്നെ നമുക്ക് 1.5 ലക്ഷം ക്യൂബിക് കണ്ടെയ്നറാണ് MSc റോം ഉൾപ്പെടെ, അല്ലെങ്കിൽ MSc ക്ലൗഡ് ജെറാഡ് ഉൾപ്പെടെ, MSc കൈലി ഉൾപ്പെടെ, MSc അന്ന ഉൾപ്പെടെയുള്ള വലിയ വലിയ ഷിപ്പുകൾ വന്നതിന് ശേഷം നമുക്ക് സാധ്യമാക്കാനായി സാധിച്ചത്. ഇന്ത്യയുടെ പല ഭാഗത്തേക്കും ഇതിലൂടെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റും നടന്നു കഴിഞ്ഞു. ഇന്ത്യയുടെ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് നടന്നു കഴിഞ്ഞു. അത് ഷിപ്പ് വന്നു പോയതിൻ്റെ ഡീറ്റെയിലും ഏത് പോർട്ടിൽ നിന്നാണ് വന്നത്, ഏത് പോർട്ടിലേക്കാണ് തിരിച്ചു പോകുന്നത് ഉൾപ്പെടെ നമ്മൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അത് കണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യയുടെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബാണ് വിഴിഞ്ഞം പോർട്ട്. അതുമാത്രമല്ല, നമ്മുടെ ഇന്ത്യയിൽ വ്യാപാരം നടത്തുന്ന, ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നവരാവട്ടെ ഇമ്പോർട്ട് ചെയ്യുന്നവരവർക്ക് അവർക്ക് ഈ പറയുന്ന വിഴിഞ്ഞം പ്രോജക്റ്റ് വരുന്നതോടെ ഒരു മദർഷിപ്പാണ് നമ്മുടെ ഇന്ത്യയിൽ എത്തുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ആഴ്ചയിൽ 1, 2, 3, 4 അല്ലെങ്കിൽ എത്രത്തോളം വിരലിലെണ്ണാവുന്നതിനപ്പുറം മദർഷിപ്പുകൾ വിഴിഞ്ഞം പോർട്ടിൽ വന്നു പോകുമ്പോൾ അത്രത്തോളം ടാക്സ് റിലാക്സേഷൻ നമുക്ക് ഇന്ത്യ ഗവൺമെൻറ് ഉണ്ടാകും. നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ പറയുന്ന പോലെ നമ്മൾ ഏറ്റവും ആശ്രയിക്കുന്നത് 80% മദർഷിപ്പുകൾ വിഴിഞ്ഞം പോർട്ടിന് പുറത്ത് കൊളംബോ പോർട്ടിലാണ്. അതായത് വേറൊരു രാജ്യത്ത്, ശ്രീലങ്ക എന്ന രാജ്യത്തിലെ കൊളംബോ ഇൻ്റർനാഷണൽ സീ പോർട്ടിലാണ് മദർഷിപ്പുകൾ വന്നതിന് ശേഷം ചെറിയ ഫീഡർ വെസലിലാണ് വിഴിഞ്ഞം നിലവിൽ ഇന്ത്യയിലേക്ക് ഈ സാധനങ്ങൾ എക്സ്പോർട്ടാവട്ടെ ഇമ്പോർട്ടാവട്ടെ എത്തിക്കൊണ്ട് ആ ഡ്യൂട്ടി വളരെ കൂടുതലാണ്. ആ ഡ്യൂട്ടിയാണ് വിഴിഞ്ഞം പ്രോജക്റ്റിലൂടെ നമുക്ക് ഒഴിവായി കിട്ടുന്നത്. അതുമാത്രമല്ല, ഈ ഷിപ്പുകൾ വരുന്നതോടൊപ്പം തന്നെ ടാക്സ് ഇനത്തിലും രണ്ട് ഗവൺമെൻറ്റും നല്ലൊരു വരുമാനം വിഴിഞ്ഞം പ്രോജക്റ്റുകൊണ്ട് ഇപ്പോൾ തന്നെ നേടിയെടുക്കാനായി സാധിച്ചു. പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് VGF മാറ്റിവെക്കുന്നത്? ഇപ്പോൾ അങ്ങനെ പറയുമ്പോൾ പലരും പറയും നേരത്തെ ഒരു എഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞു, എഗ്രിമെൻറ്റ് പ്രകാരം മാത്രമേ ഫോളോ അപ്പ് ചെയ്യുള്ളൂ. എന്തുകൊണ്ട് എഗ്രിമെൻറ്റ് റിന്യൂ ചെയ്യാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് എഗ്രിമെൻറ്റ് മാറ്റാൻ സാധിക്കുന്നില്ല? കാരണം എല്ലാവർക്കും ഗുണമുള്ളൊരു പ്രൊജക്റ്റ് തന്നെയല്ലേ, ഇന്ത്യക്ക് ഗുണമുള്ള പ്രൊജക്റ്റ് തന്നെയല്ലേ നമ്മുടെ വിഴിഞ്ഞം പ്രോജക്റ്റ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റാൻ സാധിക്കില്ലേ? മാറ്റാത്തതായിട്ടൊന്നും ഇല്ലല്ലോ, എഗ്രിമെൻ്റല്ലേ ആയിട്ടുള്ളൂ നിലവിൽ. ആ എഗ്രിമെൻറ്റ് മാറ്റി വിഴിഞ്ഞത്തെ ഹെൽപ്പ് ചെയ്യാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ള. ഓരോ ഷിപ്പും ഇങ്ങനെ തിരിയുമ്പോഴും നമ്മൾ ഓരോ സബ്ജക്റ്റ് ഇങ്ങനെ ചർച്ച ചെയ്യും. കാരണം വിഴിഞ്ഞത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മണിക്കൂറോളം സംസാരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും, എനിക്ക് മാത്രമല്ല നമ്മുടെ ഈ വിഴിഞ്ഞം പ്രൊജക്റ്റ് റിലേറ്റ് ചെയ്യുന്ന ഓരോരുത്തർക്കും 1000 നാവാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രത്തോളം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ പോർട്ടിലേക്ക് തീർച്ചയായിട്ടും വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ഗ്രാൻഡായിട്ട് തന്നെ അനുവദിക്കണം എന്ന് തന്നെയാണ് റിക്വസ്റ്റ് ആയിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ റിക്വസ്റ്റ് ചെയ്യുന്നതോടൊപ്പം എല്ലാവർക്കും ഇത് അറിയാവുന്ന കാര്യമാണ്, അങ്ങനെ ലഭിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നതും. ഇത്രത്തോളം പറഞ്ഞു തീരുമ്പോൾ തന്നെ നമ്മുടെ MSc റോം എന്ന് പറയുന്ന വലിയൊരു മദർഷിപ്പ്, 366 മീറ്റർ നീളമുള്ള വലിയൊരു മദർഷിപ്പ് പോർട്ടിനകത്ത് ബെർത്തിൻ്റെ സൈഡിലൂടെ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു ക്ലാരിറ്റിയുടെ ഒരു പ്രശ്നം വരുന്നത്, ഇപ്പോൾ നമ്മൾ ഈ കടൽ ഭാഗത്തൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് നല്ല ക്ലിയർ ആയിരിക്കും, ചില സമയത്ത് ഒരു ഫോഗ് പോലെ അല്ലെങ്കിൽ തിരമാല കൊണ്ട് ഒരു ഫോഗ് പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് കുറച്ച് ഈ ഒരു മങ്ങൽ പോലെ തോന്നുന്നത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.